ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്കതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. നമ്മളിവിടെ കടലമാവും അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് കൂടുതലും അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലും ചേർത്താൽ മതിയാവും. കൂടുതൽ കടലമാവാണ് ചേർക്കേണ്ടത്. ഇതും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിനകത്ത് നമുക്ക് സോഡാപ്പൊടിയോ മൈദാമാവോ ഒന്നും ചേർക്കേണ്ടതില്ല. കടലമാവും അരിപ്പൊടിയും മാത്രം, ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ കുഴച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾക്ക് കോളിഫ്ലവർ പാനിലിട്ട് നല്ലപോലെ സിമ്മിൽ വെച്ച് മുരിച്ചെടുക്കാം. നമ്മൾ സിമ്മിൽ വെച്ച് ചെയ്താൽ മതിയാവും. നല്ലപോലെ മുരിഞ്ഞ് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായക്കൊപ്പം കഴിക്കാം. ടൊമാറ്റോ സോസ് കൂട്ടിയും കഴിക്കാം. പിന്നെ ചോറിനും നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ സാമ്പാറൊക്കെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ ഈ ഫ്രൈയും കൂട്ടി നമുക്ക് ചോറുണ്ണാനും നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ് കോളിഫ്ലവർ ഫ്രൈ. നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ നിന്നെല്ലാം കോരിയെടുക്കാം. ഇങ്ങനെ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.